ഹലോ ഗായ്സ്, ഞാൻ അവസാനമായിട്ട ഷോർട്സിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാട്ടോ ഈ വന്നിരിക്കുന്നത്. അരീക്കൽ വാട്ടർഫോൾസിൽ നിന്ന് നമ്മൾ കൊച്ചരീക്കൽ കേവ്സിലേക്ക് എത്തിയേക്കാട്ടോ. 20 രൂപ തന്നെയാണ് ഇവിടെയും എൻട്രി ഫീസ് ആയിട്ട് വരുന്നത്. പിന്നെ ടൈമിങ്ങും സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പണ്ട് കേട്ട പോലത്തെ കഥകളൊക്കെ ഇല്ലേ, 2 വലിയ ഗുഹയും അതിൻ്റെ അവിടെ നല്ലൊരു അടിപൊളി കുളവും വലിയ വലിയ മരങ്ങളും പിന്നെ ഈ ഗുഹയുടെ അകത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഭയങ്കര ആംബിയൻസ് ആട്ടോ. നമുക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നേച്ചറായിട്ട് ഇങ്ങനെ അടുത്ത് കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് ഇത്രയും അടിപൊളി പ്ലേസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്താനായിട്ട് ഇത്രയും ലേറ്റ് ആയെന്നാട്ടോ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചതേ. ഇതെൻ്റെ കസിൻ ആട്ടോ. നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിലും അവന് കുളം കണ്ടപ്പോഴത്തേക്കും ഇറങ്ങാൻ തോന്നി, അവൻ അങ്ങ് ചാടി ഇറങ്ങിട്ടോ. ഇവിടെയും ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. നീന്തൽ അറിയാവുന്നവർക്കൊക്കെ ഇറങ്ങി കുളിക്കാട്ടോ. പക്ഷേ ഇതിൽ ഓരോ തട്ടായിട്ട് ആഴം കൂടി കൂടി വരുവേ അങ്ങ് അറ്റത്തെത്തുമ്പോഴത്തേക്കും. ഇതിൽ പിന്നെ നിറച്ച് മീനുകളാണ്. നമ്മൾ ജസ്റ്റ് കാല് വെച്ച് കൊടുത്താൽ മതി, നമ്മൾ കാല് വന്ന് പൊതിഞ്ഞു കളയും, അതുപോലെ മീനുകളാണ്. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. പക്ഷേ ഈ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയവർ പറഞ്ഞത് നടുക്കൊക്കെ എത്തുമ്പോഴത്തേക്കും വലിയ വലിയ മീനുകളാണ്, അവർ കൊത്തുമ്പോഴത്തേക്കും വേദനയും എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേക്കും പിറവത്ത് തന്നെയുള്ള പോർഷ് ഗ്രില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. ഞാൻ കുറേ നാൾ കൂടിയാണ് ഇതുപോലെ മുട്ടയൊക്കെ ഉള്ളൊരു ബിരിയാണി കഴിക്കുന്നത്. നമ്മുടെ ഇവിടെയൊന്നും ഇപ്പോൾ കിട്ടാറില്ല. ഈ ബിരിയാണിയിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പീസ് വരുന്നതിൽ 1 പീസ് ഫ്രൈയും 1 പീസ് കറി പീസും ആയിരിക്കും. അത്യാവശ്യം അഫോർഡബിളും ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഡേ അടിപൊളിയായിട്ട് കഴിഞ്ഞു.